ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം. ഗൈസ്, ഒരു കിട്ടുമ്പോഴത്തെ ഒരു സോളോ റാങ്ക് വാസന കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നാൽ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഗൈസ് ഞാൻ ഒന്നും നോക്കുന്നില്ല, ചുമ്മാ ഏതെങ്കിലും ക്യാരക്ടർ സ്കില്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചുമ്മാ അങ്ങ് ഒരു മാച്ച് കളിക്കുന്നു. ഫസ്റ്റ് മാച്ചാണ്, നിങ്ങൾക്ക് എന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുമ്പോഴത്തെ ഫസ്റ്റ് മാച്ച് എന്നൊക്കെ പറഞ്ഞ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. എന്തായാലും ഗൈസ് അതിനുശേഷം ഞാൻ 2-3 മാച്ച് പിന്നെയും കളിച്ചിട്ടുണ്ടായിരുന്നു. കുറേ മാച്ചൊക്കെ പട്ടിയാന്ന് പറഞ്ഞ് എത്തു, പിന്നെ കുറേ മാച്ചൊക്കെ അത്യാവശ്യം പോയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഗൈസ് ഇന്നത്തെ ഈ ഒരു മാച്ച് കുറച്ച് സ്പെഷ്യലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ. എന്തായാലും കുറച്ച് മാച്ചൊക്കെ കളിച്ചിട്ട് എനിക്ക് വേണ്ട സ്കില്ല് ഏതൊക്കെയാണെന്ന് ഞാൻ നോക്കിയും കണ്ടും തെരഞ്ഞു പിടിച്ച് വെച്ചിട്ട് കളിക്കുന്ന ഒരു കിടിലമൊട്ടൊരു മാച്ച് എന്ന് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാനുണ്ടല്ലോ എക്സ് എന്ന് പറഞ്ഞ ആ ഒരു ആക്റ്റീവ് സ്കില്ലിലെ കേസ്, അതായത് ഞെക്കുന്ന സമയത്ത്, അതായത് യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഷീൽഡ് പോയിന്റ് കിട്ടുന്ന സാധനമില്ല കേസ്, അത് നല്ല അടിപൊളിയാണെന്ന് എനിക്ക് തോന്നി. കാര്യം ഞാൻ തുറക്കുന്ന സമയത്ത് അങ്ങനത്തുള്ള പ്ലേയേഴ്സെ വരത്തുള്ളൂ എന്ന് വിചാരിച്ച് ചുമ്മാ കേസ് നമുക്കുണ്ടല്ലോ ലൈഫിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മളുണ്ടല്ലോ ആ ഒരു ഷീൽഡ് പോയിന്റും കൂടെ നമുക്ക് മാക്സിമം എത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ ഞാനുണ്ടല്ലോ പഠിക്കുന്ന ഒരു ടൈം കൂടെയാണ് കേട്ടോ. എന്തായാലും എനിമി വരുന്ന സമയത്ത് ആമായി നമ്മളെ കൊല്ലം ഒന്ന് വേർക്കും. അത് മാത്രമല്ല കേസ് കിടുമ്പോഴത്തെ വേറെ കുറച്ച് ക്യാരക്ടർ കുറിച്ച് നമ്മുടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡറി ആയിട്ട് നമ്മൾ നാരി എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ സ്കില്ലിലെ കേസ്, അതായത് അവനാണെങ്കിലോ ഗ്ലൂ ഇടുന്ന സമയത്ത് തന്നെ അടുത്തുള്ള ആൾക്കാർക്കും അതേപോലെ നമുക്കും കുറച്ച് HP കൂടുന്ന ആ പരിപാടിയിലെ കേസ് അത് പിന്നല്ല ആ ഒരു ക്യാരക്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കേസ് പുതിയൊരു ഗണ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഉണ്ടല്ലോ നമ്മുടെ നികിര എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ സ്കില്ലിലെ കേസ്, പാസീവ് സ്കില്ലിലെ അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേസ് ആ ഒരു പുതിയ ഒരു ഗണ്ണിന് വേണ്ടി തന്നെയാണ് ഞാൻ DP എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്യാരക്ടർ സ്കില്ലുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ് ചെയ്ത് അടിക്കുവാണെങ്കിൽ നമുക്ക് അക്യുറസി മൈനസ് ആവത്തില്ല, അത്യാവശ്യം സെറ്റായിട്ട് നിൽക്കും എന്ന് പറയുന്ന ഒരു കിട്ടുമ്പോഴത്തെ ഒരു ക്യാരക്ടർ സ്കില്ലാണ്. ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ഇറങ്ങിയ വഴിയൊക്കെ നമ്മുടെ റിംനാമിലാണ് ഇറങ്ങിയത്. അവിടെ നോക്കുന്ന സമയത്ത് ഒരു എനിമിനെ കണ്ടിട്ടുണ്ടെന്നില്ല. എന്നാൽ പിന്നെ ഉണ്ടല്ലോ സോളോ റാങ്ക് മാച്ച് അല്ലേ, നമുക്കുണ്ടല്ലോ ആ ഒരു ലൈഫ് സെറ്റ് ആക്കുന്ന പരിപാടിയിലെ കേസ്, അതായത് നമ്മുടെ ഉണ്ടല്ലോ പിന്നെ റിവൈവിലായി വരുന്നില്ല ആ സാധനം തന്നെ, ആ റിവൈവ് പോയിന്റ് കയറുന്നിട്ട് നമുക്ക് എക്സ്ട്രാ ലൈഫ് ഫോം സെറ്റ് ആക്കാമെന്ന് വിചാരിച്ച് ഞാനകത്ത് കയറി നിൽക്കുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്നലത്തെ വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് ഉണ്ടല്ലോ ഞാൻ ആ ഒരു സാധനം യൂസ് ചെയ്തിട്ട് നല്ല കിടുക്കം പോലത്തെ ഒരു സംഭവം ഇന്നലത്തെ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു. അത് കണ്ട ആൾക്കാരൊന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് വേറെ ലെവലിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയല്ലേ ഏതാ റിവെഞ്ച്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ. ഏതായാലും ഇന്നത്തെ ഒരു മാച്ചിനകത്ത് നമ്മൾ വീട് പോവോ എന്നൊരു പേടിച്ചിട്ടാണ് ഞാൻ ഐസായിട്ട് കേസ് പിന്നെയും മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ലൈഫ് ഇപ്പോൾ 2 2 വട്ടം നമുക്കുണ്ടല്ലോ റിവൈവ് ആയിട്ട് വരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഞാൻ ഒരു വട്ടം കൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെയും കേസ് റിവൈവ് ചെയ്ത് വരുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഏതായാലും അത് പറയുന്ന സമയത്ത് എൻ്റെ മോനെ അവൻ്റെ ഫസ്റ്റ് അടി തന്നെ കേസ് 170 ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആരാടാ, ഇന്നലെ ഏതോ ഒരുത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നോ റെഡ് നമ്പർ കിങ് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് റെഡ് നമ്പർ അടിക്കാതെ ഒരു മാച്ച് പോയി അടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ പറഞ്ഞില്ല. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല, ഞാൻ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഉണ്ടല്ലോ ഹെഡ് കയറ്റാനും കൂടെ ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഗെയിം പ്ലേ കാണുന്ന സമയത്ത് ഓപ്പോസിറ്റ് എനിമിയുടെ ആ ഒരു അഗ്രഷനും അതേപോലെ തന്നെ കേസ് ഞാൻ തിരിച്ചവന്മാരെ അടിക്കുന്ന രീതി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് വീഡിയോനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയായിരിക്കും. ഓരോ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്കല്ലോ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്നാൽ കേസ് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്തേക്ക് ഈ ഒരു മാച്ച് സെക്കൻഡ് മാച്ചിനകത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കേസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ കേസ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് പറയാൻ മറന്നുപോയ കാര്യമാണ്. അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എടുത്തുണ്ടല്ലോ ഒന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പിൻ്റെ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത്ര നാൾ നമുക്കത് ഉണ്ടായിരുന്നില്ല, അത് ഡിസേബിൾ ആയി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആഡ്സൻസിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെയായിരുന്നു അത് ഡിസേബിൾ ആയി പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഹൈപ്പും കൂടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എന്നാലും അത് ചെയ്യുവാണെങ്കിൽ കുറേ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തും. സോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പ്. ഇതെന്ത് തേങ്ങയുടെ കുതിര എങ്ങോട്ടായി പോകുന്നത്? ഞാനാണെങ്കിൽ കോയും പിടിക്കാൻ വേണ്ടി കുതിരേനെയും കൺട്രോൾ ചെയ്ത് വലിയ കാര്യത്തിൽ ചാടിത്തുള്ളി പോകുമ്പോഴത്തേക്കും കുതിര അതിൻ്റെ വഴിക്ക് പോകുന്നത് എന്ത് തേങ്ങയല്ലേ. എന്തായാലും കേസ് നമ്മളുണ്ടല്ലോ ആ ഒരു ക്ലോക്ക് ടവറിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു റിവൈവ് പോയിന്റ് കാണുന്നുണ്ട്. എന്തായാലും ഇവിടെ കൂടെ കയറുന്നുണ്ട്. നമുക്ക് 3 വട്ടം റിവൈവ് ആയിട്ട് വരാൻ വേണ്ടി പറ്റുമോ എന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ ഞാനല്ലാതെ വേറെ ആര് നോക്കാൻ? നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല കേസ് എപ്പോഴെങ്കിലും മാപ്പിലുള്ള എല്ലാ റിവൈവ് പോയിന്റും കയറി നിന്നിട്ട് നൈസർ കേസ് എത്ര വട്ടം നമ്മൾ റിവൈവ് ആയി വരും എന്ന് ജസ്റ്റ് കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കത്തില്ലേ. സോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത് നോക്കുവാണ്. എന്തായാലും നാടിന് നല്ലത് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും കാട്ടുവാഴ വന്ന് പുറകെ നല്ല കിടിലം പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുത്തും മുമ്പിലും ഒരുത്തും പറയണം ഏതാ അവസ്ഥയല്ലേ. എന്തായാലും ആ ഒരു റിവ്യൂവിൽ സെറ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ 2 തന്നെയാണ് കാണിക്കുന്നത്. 2 വട്ടം റിവ്യൂ ആകത്തുള്ളൂ, 3 വട്ടം നിന്ന് കഴിഞ്ഞാൽ ആകത്തില്ലെന്ന് മനസ്സിലായി. എന്തായാലും നമ്മൾ ആ ഒരു വീട്ടിലേക്ക് തന്നെ റഷ് ചെയ്ത് അവനെ എങ്ങോട്ട് കയറി അടിക്കാൻ നോക്കുന്നത്, ഒന്നും വെയിറ്റിംഗ് ഒന്നുമില്ല, കയറി അടിക്കുക കൊല്ലുക ഇമോട്ട് ഇടുക, അത് തന്നെ വേറെ ലെവൽ കേട്ടോ. എന്തായാലും അവനൊന്ന് പാനിക് ആക്കാൻ വേണ്ടി ഒരു ഗ്രാനേഡിൻ്റെ മറ്റേ സാധനമില്ല കേസ്, അത് വലിച്ചെറിഞ്ഞു, ഡാമേജ് ഒന്നും കയറുന്നില്ല, അവനെ എങ്ങ് പറ്റിച്ചു. എന്തായാലും അപ്പോൾ സൈഡിൽ നിന്ന് വേറെ അടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആക്ടിവിറ്റി ഓണാക്കിയിട്ട് നേരെ കയറി അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വേറെ ലെവൽ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ആ ക്ലോക്ക് ടവറിൻ്റെ ആ ഒരു താഴത്തെ വീടില്ല കേസ്, അവിടുന്ന് നമ്മളൊരു എനിമി നൈസർ കേസ് നമ്മളെ തന്നെ സ്പോട്ട് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ കാട്ടുവഴിക്കാണ് പോകണ്ട, അവിടെ നിന്നാൽ മതി കേട്ടോ. എന്തായാലും എന്താണ് അവനിപ്പോൾ നമ്മൾ നോക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഞാൻ സോണിനകത്തേക്ക് പോയിട്ട് നമുക്ക് വേണ്ട കേസ് നമ്മുടെ OP ഗണ്ണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പ്രാക്ടീസ് ചെയ്ത ഗണ്ണ് അതെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കേസ് ഞാൻ ഏത് ഗണ്ണിനാണ് ആ ഒരു പ്രാക്ടീസൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് മിക്കവാറും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കേസ് ഞാൻ അധികം അങ്ങനത്തെ ഗണ്ണ് അധികം യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. എൻ്റെ ഒരു ഗ്രാനേഡ് ഉണ്ടായിരുന്നു, അത് നൈസർ കേസ് കുക്ക് ചെയ്തിട്ട് ആ ഒരു ബങ്കറിനടുത്തേക്ക് എടുത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ചില്ല് പൊടിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഓക്കെ സാധനം ഇവിടെ ഇല്ലടേ,
ഇതിനകത്തില്ലേ? പിന്നല്ല കേസ്, ഈ ഒരു ഗണ്ണാണ് കേസ്. ഓക്കെ, ഇതിന് നിങ്ങൾ എന്താണ് കേസ് പേര് പറയുന്നത്? ഞാൻ പറയുന്നത് പൊട്ടാസ് ഗണ്ണെന്നാണ്. നിങ്ങൾ എന്താണ് കളിക്കുന്ന സമയത്ത് അതിൻ്റെ ശരിയായ പേരൊക്കെ പറഞ്ഞ് കളിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സോ എന്തായാലും ഞാൻ പൊട്ടാസ് ഗണ്ണെന്നാണ് പറയുന്നത്. നിങ്ങളും അങ്ങനെ പറഞ്ഞാൽ മതി, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല പിന്നെ ഓക്കെ. ഏതായാലും ആ ഒരു ഗണ്ണും അത്യാവശ്യം കേസ് 49 അമോയും നമ്മൾ SG അമോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ പണ്ടോട്ടേ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം, ഞാൻ SG അമോ യൂസ് ചെയ്യുന്ന ഗൺസ് ഒന്നും അധികം നല്ല യൂസ് ചെയ്യാറേ ഇല്ല. എന്തായാലും പുതിയൊരു തുടക്കമല്ല കേസ്, പുതിയതായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ വിചാരിച്ചു. തൊട്ട് മുമ്പ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ക്ലോക്ക് ടൗൺ ഉണ്ടല്ലോ, ഒരു എനിമിനെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ നമ്മുടെ കീറി അടിക്കാൻ വേണ്ടി കയറി വന്നാണ്. എന്തായാലും അവൻ വരുന്ന സമയത്ത് തന്നെ കേസ് അവനെ അടിക്കാൻ വിചാരിച്ചു. ഒന്ന് സ്കോപ്പ് ചെയ്ത് നോക്കി, അവിടെ അവൻ കാണുന്നില്ല, അവൻ ഒളിച്ചിരിക്കുവാണോ. എന്തായാലും കേസ് കുറച്ചധികം ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ അവനെ കണ്ടില്ലാന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ അടുത്തേക്ക് പോകേണ്ടതെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ജീപ്പിനകത്ത് കേസ് ഒരു എനിമി പോകുന്നുണ്ട്. അതേപോലെ തന്നെ കേസ് ഓക്കെ മിക്കവാറും ഞാൻ അവനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞെങ്കിൽ ആ ജീപ്പുകാരൻ നേരെ യൂട്ടർ അടിച്ച് വണ്ടി തിരിച്ചിട്ട് നേരെ ഉണ്ടല്ലോ എന്നെ നെഞ്ചത്തേക്ക് കയറി വന്നേനായിരുന്നു. കുഴപ്പമില്ല. തൊട്ടിപ്പത്തേക്ക് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എന്നെ പോലെ കേസ് റിവൈവൽ പോയിന്റ് കയറി നിന്നിട്ട് എക്സ്ട്രാ ലൈഫ് ആക്കാൻ വേണ്ടി വേറെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അവനെ കൊല്ലാൻ വേണ്ടി വേറെ ഏതൊരു കാട്ടുവാഴ പോകുന്നുണ്ട്, അവനെ കൊല്ലാൻ വേണ്ടി വേർത്ത് വണ്ടി എടുത്ത് പോകുന്നുണ്ട്. എന്താടാ എത്ര പേരാണ് അവിടെ. എന്നാലും കേസ് അവന്മാരൊക്കെ കയറി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കില്ലൊക്കെ സെറ്റാക്കി നമുക്ക് കിട്ടില്ല പോലത്തെ ഒരു മാച്ച് മുമ്പോട്ട് കൊണ്ടാകാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് കേസ് ഉണ്ടല്ലോ മറ്റേ ആ ഒരു കാട്ടുവാഴയിലെ കേസ്, അതായത് ആ റിവ്യൂ പോയിന്റ് കയറുന്ന ആ കാട്ടുവാഴയിലെ അവനെ മറ്റവൻ ജീപ്പുകാരൻ നൈസായിട്ട് കേസ് തല്ലി കൊന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ആ ജീപ്പുകാരെ നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ നമ്മുടെ പൊട്ടാസിനെ പിടിച്ച് ഷോർട്ട് റേഞ്ചിലേക്ക് നമ്മൾ നേരെ നോക്കുമ്പോഴത്തേക്കും ആ വണ്ടി എടുത്ത് കേസ് റിവ്യൂ എക്സ്ട്രാ റിവ്യൂവിലൊക്കെ മേടിച്ചിട്ട് ഒരു രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. ഞാൻ അവൻ്റെ വണ്ടി നൈസ് അടിച്ചു പൊട്ടിച്ചിട്ട് നമ്മുടെ പൊട്ടാസിനെ വിളിച്ചിട്ട് ഒരടി രണ്ടാമത്തെ അടിക്ക് അവനോടെ കിടന്നിട്ടുണ്ടായിരുന്നു. 95 ഡാമേജിൻ്റെ കിടിലം പോലത്തെ ഒരു കില്ലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ കേസ് ആ ഒരു കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കേസ് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനത്തെ കിടക്കും പോലത്തെ വീഡിയോസും അതേപോലെ കേസ് ഗെയിം പ്ലേൻ്റെ എക്സ്ട്രീം ലെവലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എനിക്ക് സോണിലേക്ക് കയറത്തില്ലെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോകുന്ന എനിക്ക് ഉറപ്പാണ്. ആകെ കിട്ടിയിരിക്കുന്ന ഈ തൊട്ടി ഓട്ടോ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ആ ഓട്ടോ വെച്ച് നൈസായിട്ട് കേസ് ഓട്ടോ ആയിട്ട് ഓട്ടോ പൈലറ്റ് മോഡിട്ട് നമുക്ക് മെഡിക്കറ്റ് യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും സോണിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മോൻ എന്ത് പെട്ടെന്നോടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കേസ് നല്ല രീതിക്കാനായിട്ട് സോൺ ഡാമേജ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ഈ ലൂട്ടാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ ആ സോണിൻ്റെ അവിടെ നിന്ന് എഴഞ്ഞ് എന്താണ് വാരി പറക്കി എടുക്കേണ്ടി വരും. സോ അതിനൊരു അവസരം ഉണ്ടാകാൻ വേണ്ടി പാടില്ല. പെട്ടെന്ന് സോണിൽ കയറിയിട്ട് എനിമിനെ അടിക്കണം എന്ന് പറയും. പക്ഷേ കേസ് എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവമല്ല കേസ്, വൃത്തികെട്ട സ്വഭാവം അതൊരിക്കലും മാറത്തില്ല. അപ്പോൾ സ്ഥലത്തൊരു എനിമി എന്തിനും ഞാൻ ഇറങ്ങി അടിക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, സോണി വരെ കയറിയാൽ മതിയായിരുന്നു. പക്ഷേ കേസ് എന്നാലും ഓക്കെ അവൻ എന്നാലും നൈസായിട്ട് കേസ് മെഡിക്കറ്റ് പോലും യൂസ് ചെയ്യാതെ കവർ എടുക്കാൻ വേണ്ടി പോയില്ല. അവൻ്റെ ബുദ്ധി അത് അപാരം തന്നെ കേട്ടോ. അവൻ്റെ ബുദ്ധി വിമാനമാണെന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. സോ ഇപ്പോൾ അലൈവ് നോക്കുകയാണെങ്കിൽ 13 പേര് നമുക്ക് 5 കിലോ എടുത്തിട്ടുണ്ട്. 11.1 റേറ്റിംഗും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 അലൈവ് കേസ് 2 റിവൈവ് നമുക്ക് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. ഒന്ന് ചത്ത് കഴിഞ്ഞാൽ സീനില്ല കേസ്, നമ്മൾ രക്ഷപ്പെടും. ഓക്കെ എന്തായാലും മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഗ്രാനേഡൊക്കെ കൈ പിടിച്ചിട്ട് മുമ്പിലൊരു അടി നടക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ 6th സെൻസ് ഒരിക്കലും തെറ്റാറില്ല കേട്ടോ. ആ സമയത്താണ് കേസ് 10 അലൈവായി നമ്മുടെ ഗണ്ണ് അവേക്ക് ചെയ്യാൻ തോന്നിയത്. സോ നമ്മുടെ എക്കെ അവേക്ക് ചെയ്തിട്ട് തൊട്ടായ എൽ ഷേപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു എനിമിനെ കണ്ടു. അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നമ്മുടെ 6ാമത്തെ കിലോ സെറ്റാക്കി. അവൻ പരലോകത്ത് പോയിട്ട് എൻ്റെ ദൈവമേ മീ ഗെയിമറാണോ എന്നെ കൊന്നേ, ഓ മൈ ഗോഡ് ദി OP വാല കേരള വാല ബെഡ പ്രോ പ്ലെയർ മീ ഗെയിമർ എന്നെ കൊന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നമ്മളെ സ്പെക്ക് ചെയ്ത് അവിടെ കുറച്ചേരം നിന്ന് കാണുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇല്ല കേസ്, അവൻ അടി കൊണ്ട പാടുണ്ടല്ലോ. പിന്നെ അടുത്ത റിവ്യൂവിൽ വേണ്ടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബൈ ദ വേ അവനവിടെ നിൽക്കട്ടെ. നമുക്ക് താഴെയുള്ള ആൾക്കാരെ കേസ് ഇനി മൊത്തം നോക്കുവാണെങ്കിൽ 10 പേര് സ്റ്റിൽ അല്ലേ. ഓക്കെ അവന്മാരൊക്കെ വാരി പറക്കി അടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഉണ്ടല്ലോ. ഞാൻ കിട്ടില്ല പോലത്തെ ഒരു കവർ എടുത്ത് നിൽക്കണം. പിന്നെ സോൺ നോക്കുന്ന സമയത്ത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇപ്പം കറണ്ട്ലി നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്നെ ഉണ്ടല്ലോ ആ ഒരു സോൺ തേക്കുമെന്നാണ് എനിക്കറിയേണ്ടത്. കാര്യം അവസാന സോണിൽ എന്നെ തേക്കും കേസ് ഉറപ്പാണ്. കാര്യം എല്ലാ മാച്ചും അങ്ങനെ തന്നെയാണ്. ഓക്കെ നല്ലൊരു പൊസിഷൻ എടുത്ത് കവർ എടുത്തുള്ള സെറ്റ് എടുക്കുന്ന സമയത്ത് സോൺ ഏതെങ്കിലും കാട്ടിക്കൊണ്ടിടും. സോ അത് ഞാൻ എന്താണ് എനിക്ക് കണ്ട് പുത്തിരിയൊന്നുമല്ല. സോ മാക്സിമം കേസ് അങ്ങനത്തെയാണ് അവസ്ഥ എനിക്ക് ലാസ്റ്റ് സോണിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സോൺ ഷിഫ്റ്റിങ്ങിൻ്റെ പരിപാടിയിലെ കേസ് അത് ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ടോ? തോന്നി കാണില്ല. കാര്യം നിങ്ങൾക്ക് കളിക്കാറില്ല, എനിക്ക് കളിക്കാറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ എന്തായാലും തൊട്ടുമുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് കേസ് ആ ഒരു ഏരിയ എന്നെ ഒരു നൈസായിട്ട് കേസ് മലയുടെ മണ്ടയ്ക്കുന്ന നൈസായിട്ട് വേറെ ആരെയോ ഒരുത്തിന് അടിക്കുന്നുണ്ടായിരുന്നു. തൊട്ടുമുമ്പിൽ തന്നെ ഉണ്ടല്ലോ കുറച്ച് ദൂരെ ആ ഒരു ടവറിന് കീഴുണ്ടല്ലോ ഒരു ഗ്ലൂ വാളും കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല കേസ് മുമ്പിൽ ആ ഒരു കിളിവീടില്ല അവിടെ എനിമിയുണ്ട്. ആ എൽ ഷേപ്പിൻ്റെ മണ്ടയ്ക്ക് എനിമിയുണ്ട്. ഞാൻ 2-3 എനിമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കേസ് അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഡാമേജ് കൊടുത്ത് അവിടെ കിടന്ന് എഴയുന്നു. അടി കൊള്ളാതിരിക്കാൻ വേണ്ടി അവനുണ്ടല്ലോ പ്രോൺ അടിച്ച കേസ് അവിടെ ഇഴഞ്ഞുകൊണ്ടിരിക്കണം. അവൻ്റെ ഒക്കെ കളി എന്നൊക്കെ പറഞ്ഞാൽ വിഷയം ഇരിക്കാൻ ബട്ടം പോലും ഇല്ല എഴയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓക്കെ തൊട്ടുമ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു എനിമിനെ കണ്ടു. അവർ നല്ല കിടിലം പോലെ ഡാമേജ് കൊടുത്തു. ആ ഗ്ലൂ വാൾ പൊട്ടിക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡേയ് ബാക്കിയുള്ള എനിമിക്ക് എവിടെ അവനെ അടിയടാ ഒന്ന് ഓപ്പൺ നിൽക്കുന്നു. എവിടെ അടിക്കാൻ കേസ് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് വരുന്ന കണ്ടോ കേസ്. അവൻ മര്യാദയ്ക്ക് വേറെ ഏതോ ഒരു തമ്മിൽ അടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കയറി വെറുതെ കുമ്മനടിക്കാൻ നോക്കിയത് ഒരാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ നേരെ പോയിട്ട് ആ കിളിവീട്ടിൽ കയറിയിട്ട് നൈസായിട്ട് കേസ് നല്ലൊരു പൊസിഷൻ എടുത്ത് നിൽക്കാനാണ് വിചാരിക്കുന്നത്. സോൺ നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ സോൺ. പിന്നല്ല എന്നാലും കേസ് ഉള്ള സ്ഥലം മൊത്തം കേസ് ഞാൻ ഗ്ലൂ ആയിട്ട് പൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാര്യം ആരും ചാടി കയറി വരാൻ വേണ്ടി പാടില്ല കേട്ടോ. എന്തായാലും നമ്മുടെ സ്ഥലമാണ്. ഒരു 1 വേ മാത്രം സെറ്റാക്കിയിട്ട് വരുന്നവരെ പട്ടപ്പട്ടയെന്ന് അടിച്ചിട്ട് നമുക്ക് ഈ പൊട്ടാസിന് അടിച്ച് തൂഫാനാക്കാണെന്ന് വിചാരിച്ച് നൈസായിട്ട് കേസ് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു സമയത്ത് നോക്കുന്ന സമയത്ത് 7 ലൈവ് 12.5 റേറ്റിംഗ് 6 കില്ല് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കേസ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഹൈപ്പിൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞല്ലോ കേസ് ഹൈപ്പ് ചെയ്യാത്ത ആൾക്കാർ പ്ലീസ് കേസ് ഹൈപ്പും
കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ഒരുത്തം കയറി വന്നു കഴിഞ്ഞാൽ ആ ഓടി വരുന്ന വരവ് തന്നെ നമ്മുടെ ലാൻഡ് മൈൻ നല്ല കിടീലം പോലത്തെ ഡാമേജും കയറും. വന്ന് കയറുന്ന സമയത്ത് കേസ് അടിച്ച ഒറ്റ അടിക്കാൻ അവനെ തൂഫാനാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. ഏതായാലും വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ലാസ്റ്റ് റോഡിൽ എൻ്റെ മറ്റേ എക്സ്ട്രാ റിവൈവലിൻ്റെ സാധനം കഴിയാറായിരുന്നു. എൻ്റെ അതിന് ടൈം ലിമിറ്റും ഉണ്ടായിരുന്നല്ലേ, അറിയത്തില്ല കേസ്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും അത്യാവശ്യം ആ ഒരു ലൂട്ട് പെട്ടി നമ്മുടെ ആ ഒരു ബുള്ളറ്റിൻ്റെ പെട്ടി അവരിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ബുള്ളറ്റൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 6 അലൈവ് എൻ്റെ ഗ്ലൂ ആളൊക്കെ അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ അടിച്ചടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ നൈസായിട്ട് കേസ് ഒന്ന് സെറ്റാക്കി ഗ്ലൂ ആളൊക്കെ ഇട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കേസ് ഞാൻ പിന്നെയും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക. പിന്നെ കേസ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കളി ഇമ്പ്രൂവ് ആവുന്നുണ്ടോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഞാൻ ഇവിടെ കാണിക്കും. ഞാൻ പറഞ്ഞല്ലോ പഠിച്ച് വരുന്നതേ ഉള്ളൂ, നിങ്ങൾക്കറിയാലോ മീ ഗെയിമറാണേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റേതായ ടൈം കല്ലൊക്കെ എടുക്കും. സോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കിടിലം പോലത്തെ മാച്ചൊക്കെ ഇനിയും വരും. ഓക്കെ, ഇന്നത്തെ ഒരു ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും എന്നെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാര്യം ഇന്നലത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്ത ആൾക്കാരൊക്കെ ഇന്നത്തെ വീഡിയോ കാണുന്ന സമയത്ത് ഇവൻ കൊള്ളാലോ, കുറച്ച് അധികം ഇപ്പം നേരത്തെ പോലെയല്ല, കുറച്ച് സെറ്റായിട്ട് ഇപ്പം കളിക്കുന്നുണ്ട് എന്ന് തോന്നും. അപ്പോൾ നാളത്തെ വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ മോൻ ഇവൻ ഇത്രയും നന്നായിട്ട് കളിക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കും കേട്ടോ. സോ ഓരോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. നോക്കുന്ന സമയത്ത് ഒരുത്തരാണ് കേസ് നമ്മൾ മുമ്പിലേ പോയിട്ടുണ്ടായിരുന്നു. പൊട്ടാസ് എന്ന് വെച്ചാൽ നല്ല കിടിലം പോലെ ഡാമേജ് 126 ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കേസ് അവൻ ഗ്ലൂ ആയിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ വേണ്ടി നോക്കി. ഞാൻ നേരെ വന്നിട്ട് തുണ്ടിനെ അടിച്ച് കേസ് നല്ല കിടിലം പോലെ ഡാമേജ് അവനെയും എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ട് നോക്കി നോക്കുമ്പോഴത്തേക്കും ഗ്ലൂ ആളൊക്കെ സെറ്റായിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് സാധനം ഇത് ഗൈസ്, പുറത്തുനിന്ന് ഏതോ ഒരു കാട്ടുവാഴ സ്കൈലറിട്ട് നമ്മൾ അടിച്ചു ഗൈസ്. പക്ഷേ ഗൈസ് കുഴപ്പമില്ല, നല്ലൊരു മാച്ച്. ഞാൻ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു മാച്ച് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കളി ഇമ്പ്രൂവ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ മാച്ച് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ ക്ലാസ് പ്ലാറ്റിനം 4 എത്തി, അതുകൊണ്ട് മാത്രം കേട്ടോ. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് കൊടുത്തിട്ടുണ്ട്. അതിന് ബൈ ഗൈസ്.